ഹായ്, ഗുഡ് ഈവനിങ്. ഞാനിവിടെ കൊച്ചിയിലാണ് നിൽക്കുന്നത്, പഷ്ണിത്തോട് പാലം. ഇതിവിടുത്തെ വാർഡ് കൗൺസിലറാണ്. രണ്ടാമത്തെ ദിവസം തന്നെ പഠിച്ച്. അപ്പൊ എന്താണ് ഈ അറ്റൻഡൻസിന് പറയാനുള്ളത് നമുക്ക് നോക്കാം. വളരെയേറെ സന്തോഷം തോന്നി. കാരണം പേരക്കുട്ടികൾ വരെ സൈക്കിൾ ചവിട്ടുന്ന ഒരു കാലത്ത് ഞങ്ങൾ കുറേ അമ്മമാര് വനിതകൾ സൈക്കിൾ ചവിട്ടാനായിട്ട് വളരെയധികം പരിശ്രമിച്ചെങ്കിലും ഞങ്ങൾക്ക് അതിനുള്ള സാഹചര്യം ഒത്തു വന്നില്ല. ഇപ്പോൾ ഷീ സൈക്ലിങ്ങിൻ്റെ നേതൃത്വത്തിൽ എൻ്റെ ഡിവിഷനിലുള്ള വനിതകൾക്ക് സൈക്കിൾ പരിശീലനം സൗജന്യമായിട്ട് 2 ദിവസമായിട്ട് നടത്തുകയാണ്. ഞാനും അതിൻ്റെ ഭാഗമായി സൈക്കിൾ ചവിട്ട് പഠിച്ചു. വളരെയധികം സന്തോഷം തോന്നുന്നു. സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ കോൺഫിഡൻസ് ലെവൽ വളർത്തുന്നതിനും ആരെയും ആശ്രയിക്കാതെ അവർക്ക് ഏത് സമയം വേണമെങ്കിലും പുറത്തുപോയി കാര്യങ്ങൾ ചെയ്യുന്നതിനുമുള്ള ഒരു അസുലഭ മുഹൂർത്തമാണ് ഇതിലൂടെ ഞങ്ങൾക്ക് കൈവന്നിരിക്കുന്നത്. ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ ഞാൻ എപ്പോഴും സ്ട്രീറ്റ് ലൈറ്റ് കത്താത്തതോ അല്ല മാലിന്യ പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഫീൽഡിൽ പോകേണ്ട ഒരു അവസരത്തിൽ എൻ്റെ മക്കളെയോ അല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തകരെ ആരെങ്കിലും ആശ്രയിച്ചിട്ടാണ് ഞാൻ ഫീൽഡിലേക്ക് പോയിരുന്നത്. എന്നാൽ ഇപ്പോൾ എനിക്ക് ഈ സൈക്കിൾ പരിശീലനം പഠിക്കാൻ കഴിഞ്ഞതിലൂടെ ഞാൻ എത്രയും പെട്ടെന്ന് ഒരു സൈക്കിൾ സ്വന്തമാക്കും. എന്നിട്ട് ആരെയും ആശ്രയിക്കാതെ ഏത് സമയം വേണമെങ്കിലും സഞ്ചരിച്ച് എൻ്റെ കാര്യങ്ങൾ സ്വന്തമായിട്ട് നേടിയെടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പഠിച്ചതോടൊപ്പം തന്നെ എൻ്റെ കൂടെയുള്ള എൻ്റെ ഡിവിഷനിലെ വനിതകളെ കൂടി ഇതിൽ പരിശീലനം സൗജന്യമായിട്ട് കൊടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയേറെ സംതൃപ്തിയുണ്ട്. ഈ പരിശീലനം നടത്തി തന്ന പ്രകാശൻ സാറിനെയും സീനത്ത് മിസ്സിനെയും നന്ദിയോടെ സ്മരിക്കുന്നു. ഇപ്പോൾ 5 ദിവസമാണ് ഞങ്ങൾക്ക് ഈ പരിശീലനം നൽകാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ 4 ബാച്ചായിട്ടാണ് ഇത് നടക്കുന്നത്. ഒട്ടുമിക്ക പേരും തന്നെ 2 ദിവസം കൊണ്ട് ഏകദേശം ഒരു 75% പഠിച്ചു കഴിഞ്ഞു. ഇനി ഇത് ഞങ്ങൾ വരും ദിവസങ്ങളിൽ നല്ല രീതിയിൽ പഠിച്ച് സ്വന്തമായിട്ട് സഞ്ചരിക്കാനുള്ള ഒരു പ്രാപ്തി നേടിയെടുക്കുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞങ്ങൾക്ക് സൈക്കിൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പൊതുവിടങ്ങളിൽ പഠിക്കാനായിട്ട് സ്ത്രീകളായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര വിമുഖതയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഡിവിഷനിൽ തന്നെയുള്ള ഇമാക്കുലേറ്റ് കോൺവെന്റ് സിസ്റ്റേഴ്സിനോട് വന്ന് അനുവാദം ചോദിക്കുകയും സിസ്റ്റർ ഗ്ലാൻസി അതിനുവേണ്ട സൗകര്യം ഒരുക്കി തരികയും ചെയ്തു. ഇമാക്കുലേറ്റ് കോൺവെന്റിലെ സിസ്റ്റർ ഗ്ലാൻസിക്കും സഹപ്രവർത്തകർക്കും ഡിവിഷൻ കൗൺസിലർ എന്നുള്ള നിലയിൽ എല്ലാവിധ നന്ദി അർപ്പിക്കുന്നു. സ്പീഡ് ചവിട്ടിക്കോ. സ്പീഡ് ചവിട്ടിക്കോ, കൊള്ളാം.